എന്റെ കായംകുളം വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് വയനാട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി അവശ്യ സാധനങ്ങളുടെ സമാഹരണം നടത്തിയത്. കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ബഹുമാന്യരെ, എൻ്റെ കായംകുളം എന്ന വാട്സാപ്പ് കൂട്ടായ്മയുടെ സജീവ പ്രവർത്തകരെ, സുമനസ്സുകളുടെ ഉടമകളെ, നമ്മുടെ വയനാട് എന്ന് പറയുന്ന ഏകദേശം 2 ദിവസമായി അവിടെ ജനങ്ങൾ ഉറക്കമില്ലാതെ നിൽക്കുകയാണ്. ഏകദേശം ഈ ഉരുൾപൊട്ടലിൽ 136 പരം മനുഷ്യജീവൻ നഷ്ടപ്പെട്ടു എന്ന് കണക്കുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് സംഭവിച്ചിട്ടുണ്ട്. പലവരെയും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് വാർത്താ മാധ്യമങ്ങളിലൂടെ അറിയുന്ന അറിവുകളാണ്. അപ്പോൾ ഇതിനു മുമ്പും നമുക്ക് പ്രളയമുണ്ടായപ്പോഴും കായംകുളത്തിന്റെ കൂട്ടായ്മ ഒരുപാട് സാധനങ്ങൾ സംഘടിപ്പിച്ച് സമീപ പ്രദേശങ്ങളിലും ഒക്കെ എത്തിച്ചിട്ടുണ്ട്. അത് മനോബലമാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ കായംകുളത്തെ സുമനസ്സുകളുടെ ഉടമകളായ ഈ ചെറുപ്പക്കാരും വിവിധ രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക ഇത്തരത്തിലൊരു കൂട്ടായ്മയിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ കാര്യങ്ങൾ, നമ്മുടെ കായംകുളത്തുനിന്ന് ആദ്യത്തെ സാധന സാമഗ്രികളാണ് ഇന്ന് വയനാട്ടിലേക്ക് എത്തുന്നത്. വാർഡ് കൗൺസിലർമാരായ AP ഷാജഹാൻ, ഷീജ റഷീദ്, BJP മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ, NCP മണ്ഡലം പ്രസിഡന്റ് ലിയാഖത്ത് പറമ്പിൽ, SDPI ജില്ലാ കമ്മിറ്റി അംഗം സിയാദ് മണ്ണാമുറി, PDP മണ്ഡലം പ്രസിഡന്റ് മൻസൂർ. വാട്സ്ആപ്പ് കൂട്ടായ്മ ആദ്യം തന്നെ ജനാധിപത്യ നിരവധികളായ രാഷ്ട്രീയ കക്ഷികളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും തന്നെ യാതൊരു നിർദ്ദേശവും ഇല്ലാതെ തന്നെ ആദ്യം തന്നെ ഈ അന്തരീക്ഷം ഇങ്ങനെ നിൽക്കുന്ന വേളയിലും വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ആ പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി ഈ കൂട്ടായ്മ ആദ്യം തന്നെ മുൻകൈ എടുത്തിരിക്കുകയാണ്. പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോഴൊക്കെ ഒരു മലയാളികളുടെ മനസ്സ് അത് എവിടെയാണെങ്കിലും ഒരു സഹായഹസ്തം നീട്ടിക്കൊണ്ട്, ഏത് കോണിലാണെങ്കിൽ പോലും ഒരു സഹായഹസ്തം നീട്ടിക്കൊണ്ട് ഓടിയെത്തുന്ന ആ മലയാളിയുടെ മനസ്സ്, ആ മനസ്സ് തന്നെയാണ് കേരളത്തിന്റെ മുക്കിലും മൂലയിലും, അത് വിദേശത്താണെങ്കിലും എവിടെയാണെങ്കിലും ആ ഒരു കൂട്ടായ്മയും ആ ഒരു സ്നേഹവും അത് ആദ്യം തന്നെ പ്രതിഫലിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തിന്റെ മണ്ണിൽ തന്നെയാണ്. ഇന്ന് കായംകുളത്തിന് ആലപ്പുഴ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ, എറണാകുളം ജില്ല, തൃശ്ശൂർ ജില്ലയൊക്കെ വിവിധ സംഘടനപ്പെട്ടവർ രാവിലെ 7 മണി മുതൽ സഹായങ്ങളുമായിട്ട് ഓരോ വീടുകളിലും ചെന്നിട്ട് ഓരോരുത്തരും വിളിക്കുകയാണ്, എന്താണ് ആവശ്യമെന്ന് ചോദിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന നിരവധി വീഡിയോകളിൽ ഒരു കടയിലുള്ള മുഴുവൻ സാധനങ്ങളും എടുത്ത് നിങ്ങൾ കൊണ്ട് സഹായിക്കൂ എന്ന് പറയപ്പെടുന്ന ഓരോ കച്ചവടക്കാർ, അതേപോലെ തന്നെ സഹായിക്കാൻ ഒന്നും ഉണ്ടായിട്ടല്ല എങ്കിലും ആ സഹായ മനസ്സോടുകൂടി വേണ്ട സഹായങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞ് ആ പ്രദേശത്തെ പ്രാദേശികപരമായ രാഷ്ട്രീയ പ്രവർത്തകരെയും പൊതുപ്രവർത്തകരെയും വിവിധ സംഘടനാ നേതാക്കളെയും ഫോണിൽ വിളിച്ചുകൊണ്ട് സഹായിക്കുന്ന ഒരു കാഴ്ച നമുക്ക് മുൻപും ഇതേപോലെ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ നമ്മൾ ഇത്തരത്തിൽപ്പെട്ട സഹായങ്ങൾ ഒരു കൂട്ടായ്മയോടുകൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഷറഫുദ്ദീൻ, അമീർ ഷാ, സിയാദ്, സലീം അപ്സര, ലത്തീഫ്, അഷ്റഫ്, വാഹിദ് കൂട്ടേത്ത്, ബദർ കേരള തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കായംകുളം.